നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം ഫോണിൽ വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീ ആരാണ്? എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം പോയില്ല? ആ സ്ത്രീയുടെ, അതായത് ശ്രീലക്ഷ്മിയുടെ മൊഴി എന്തുകൊണ്ടാണ് എടുക്കാതിരുന്നത്? പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ച ചോദ്യങ്ങളാണിത്. ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത മാനിച്ചാണ് മൊഴിയെടുക്കാത്തതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. അതേസമയം നടി ആക്രമണ കേസിൽ അതിജീവതയുടെ മൊഴിയിലും കോടതി അവിശ്വാസം പ്രകടിപ്പിച്ചു. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാൻ കഴിയില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിലുണ്ട്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും നിരസിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു നടിയുടെ മൊഴി. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന ഏഴ് ഗൂഢാലോചന വാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വരുമ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉയരുന്നു. പ്രോസിക്യൂഷൻ്റെ അന്വേഷണത്തിൽ ഈ പ്രോസിക്യൂഷൻ്റെ കണ്ടെത്തലുകൾ, അതോടൊപ്പം അന്വേഷണ സംഘത്തിൻ്റെ ചില നീക്കങ്ങളൊക്കെ സംശയകരമായി തോന്നുന്നുണ്ട്. അതായത് ഇവിടെ ശ്രീലക്ഷ്മി എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ത്രീ, അതായത് പൾസർ സുനിയെ 6 തവണ നടി ആക്രമിക്കപ്പെട്ട ദിവസം വിളിച്ച ശ്രീലക്ഷ്മിയുടെ മൊഴി എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം നീങ്ങിയില്ല? തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി പ്രോസിക്യൂഷനോട് ഉന്നയിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീ? എന്തുകൊണ്ട് അവരിലേക്ക് അന്വേഷണം നീങ്ങിയില്ല? എന്താണ് ഈ വിഷയത്തിൽ ഈ ചോദ്യത്തിന് പ്രോസിക്യൂഷൻ നൽകിയ മറുപടി? ആദ്യഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയിരുന്നതെന്നൊരു അഭ്യൂഹമുണ്ടായിരുന്നു. അത്തരത്തിൽ പൾസർ സുനി തന്നെ നടിയോട് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിയെ ആ ദിവസം, അതായത് ഈ 2017 ഫെബ്രുവരി 17 ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദിവസം നടിയോടൊപ്പം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പൾസർ സുനി കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് തന്നെ ഈ ശ്രീലക്ഷ്മി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. മെസ്സേജുകൾ അയച്ചിരുന്ന സാഹചര്യമുണ്ട്. ഈ നടിയെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അരമണിക്കൂർ മുൻപ് വരെയും ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൾ ഡാറ്റ റെക്കോർഡും പൾസർ സുനിയുടെ കോൾ ഡാറ്റ റെക്കോർഡും അങ്ങനെ തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ ഒരു ഘട്ടത്തിലും വിസ്തരിക്കാതിരുന്നത്, അല്ലെങ്കിൽ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത മാനിച്ച് എന്നാണ് SIT പറയുന്നതെങ്കിൽ പോലും ഈ പ്രത്യേകിച്ചും ഇങ്ങനെ വലിയ ഒരു ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആ ദിവസം പൾസർ സുനിയെ ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ പൾസർ സുനിയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന ആദ്യ വരുന്ന സസ്പെക്റ്റായി വരുന്ന ആളെന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ അതിൽ ഉൾപ്പെടുത്താതിരുന്നത്? ഒരു പക്ഷേ ദിലീപും ഈ പൾസർ സുനിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ഉതകുന്ന ഒരാളായിരുന്നില്ലേ ശ്രീലക്ഷ്മി എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത്. ഒന്ന്, ടോം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ നൽകിയതെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? അതല്ലെങ്കിൽ ശ്രീലക്ഷ്മിയെ പറ്റി കൂടുതൽ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ശ്രീലക്ഷ്മിയുടെ കോൾ വിശദാംശങ്ങൾ പറയുമ്പോൾ തന്നെ ആ ദിവസം 7 കോളുകൾ 6 മെസ്സേജുകൾ പൾസർ സുനിയുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ, അതായത് ഈ നടിയെ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ആ സമയവുമായി അടുത്ത് തന്നെ 6 കോളുകളാണ് എത്തിയിട്ടുള്ളത്. 7 മെസ്സേജുകൾ ശ്രീലക്ഷ്മി അയച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പൾസർ സുനി ഒളിവിലായിരുന്ന ഘട്ടത്തിലും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്നും പൾസർ സുനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ പൾസർ സുനി അറസ്റ്റിലായിരുന്ന ഘട്ടത്തിലും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്നും പൾസർ സുനിക്ക് കോളുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം പരിശോധിക്കേണ്ടതല്ലേ? പരിശോധിച്ചിരുന്നോ? അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മി അതിൽ ആ ചിത്രത്തിലേ ഇല്ലാതെ പോയത് എന്നുള്ള കാര്യമാണ് കോടതി പ്രധാനമായും ഉന്നയിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൾസർ സുനിയുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളാണെങ്കിൽ പോലും ഇത് കൃത്യമായി നമുക്കറിയാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ശ്രീലക്ഷ്മിയെ വിസ്തരിക്കാനോ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താനോ SIT തയ്യാറായിട്ടില്ല എന്നുള്ള പ്രമുഖമായിട്ടുള്ള ഒരു കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ടോം സൂചിപ്പിച്ച രണ്ടാമത്തെ കാര്യം,
ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ള നടിയുടെ പരാമർശത്തിൽ നടിയെ കോടതി അവിശ്വസിക്കുകയാണ്. അതായത് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന് തെളിവുകളില്ല, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതിന് മറ്റു സാക്ഷികളില്ല, അത് തെളിയിക്കുന്ന ഒരു എവിഡൻറ്റും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വിധിപ്പകർപ്പിൽ കോടതി പറയുന്നത്. അങ്ങനെയാണ്. അതേസമയം നമുക്കറിയാം ടോം, നേരത്തെ തന്നെ ഈ മൊഴി മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദമായതാണ്. 28ഓളം ആളുകൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞ മൊഴിയല്ല കോടതിക്ക് മുൻപാകെ പറഞ്ഞത്. പ്രത്യേകിച്ചും അബാദ് പ്ലാസയിൽ വെച്ച് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ, ഈ കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ നടന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് ഈ നടിയുമായി വഴക്കിടുകയും വഴക്ക് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ദിലീപ് ഇവരെ ശത്രുതാ മനോഭാവത്തോടുകൂടി ഇവരെ പറ്റി പലരോടും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മൊഴികൾ എത്തിയിരുന്നു. അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തിയിരുന്നു. അത് പ്രധാനമായും ബിന്ദു പണിക്കർ, ഭാമ, അതുപോലെ റിമി ടോമി, ഇടവേള ബാബു തുടങ്ങിയ ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൊഴി നൽകിയിരുന്ന സാഹചര്യം. പക്ഷേ ഇവരുടെയൊക്കെ മൊഴി കോടതിക്ക് മുൻപാകെ അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ഈ അന്വേഷണ സംഘത്തിന് മുൻപ് നൽകിയിട്ടുള്ള മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് കോടതിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും ദിലീപും നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം തെളിവോ സഹിതം വ്യക്തമാക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രധാനമായും ദിലീപിന്റെയും അതുപോലെ പൾസർ സുനിയുടെയും ഗൂഢാലോചന തെളിയിക്കാൻ പറ്റുന്ന ഒരു ടൂളായിരുന്നു ശ്രീലക്ഷ്മി എന്നും കോടതി ചോദിച്ചു. ആയിരുന്നില്ല, അതിൽ ക്ലാരിറ്റി വരുത്താനാകുമായിരുന്നില്ല. അല്ലെങ്കിൽ പ്രത്യേകിച്ചും ദിലീപ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന കാര്യം ആ ദിവസങ്ങളിൽ തന്നെ, അതായത് പൾസർ സുനിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ശ്രീലക്ഷ്മിയെ 3 തവണ ചോദ്യം ചെയ്തിരുന്നു. അവരുടെ ഫോൺ പിടിച്ചെടുത്തിരുന്നു. പൾസർ സുനിയുമായി അടുത്ത ബന്ധമുള്ള സൗഹൃദമുള്ള വ്യക്തിയാണ് ശ്രീലക്ഷ്മി എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇത് ശ്രീലക്ഷ്മിയുടെ കുടുംബവും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കൊട്ടേഷനെ കുറിച്ച്, ഈ നടിയെ ഇതുപോലെ ആക്രമിക്കുന്നതിനെ കുറിച്ച് ശ്രീലക്ഷ്മിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് ശ്രീലക്ഷ്മി മൊഴി നൽകിയെന്നാണ്. അതായത് കോടതിയിലല്ല, അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന കാര്യവും. അതുകൊണ്ട് തന്നെ ഈ ശ്രീലക്ഷ്മിയെ സംശയിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, ആരാണ് ആ മാഡം? ഒരു മാഡം നൽകിയ കൊട്ടേഷനാണിതെന്ന് പൾസർ സുനി ആക്രമിക്കപ്പെട്ട നടിയോട്, ആ അതിജീവിതയോട് പറഞ്ഞിരുന്നു എന്നാണ് മൊഴിയിലുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ശ്രീലക്ഷ്മി ആണോ ഈ മാഡം എന്നൊരു ചോദ്യം കോടതി ഉന്നയിക്കുന്ന ആ ചോദ്യങ്ങളിലുണ്ട്. അത്തരമൊരു സംശയമുണ്ട്. പക്ഷെ അതൊന്നുമല്ല, പൾസർ സുനിയുടെ ഒരു സുഹൃത്താണ്, അടുത്ത സുഹൃത്തായിരുന്നു ശ്രീലക്ഷ്മി എന്നാണ് വ്യക്തമാകുന്ന വിവരം. അങ്ങനെ തന്നെ കരുതിയാൽ മതിയോ, അതോ ഈ ശ്രീലക്ഷ്മി ആരാണെന്ന ചോദ്യത്തിലേക്ക് വീണ്ടും ആ ഒരു തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങേണ്ട കാര്യമുണ്ടോ? ആജ്ഞ. ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചിരുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ ഫോണിലേക്ക് ഇത്രയധികം കോളുകൾ ആ ദിവസത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ ശ്രീലക്ഷ്മി ആരാണ്, അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ പൾസർ സുനിയുമായുള്ള ബന്ധം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT അന്വേഷിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനുശേഷമാണ് അവരുടെ സ്വകാര്യതയെ മാനിച്ചാണ് ശ്രീലക്ഷ്മി ഒഴിവാക്കുന്നത് എന്നുള്ള കാര്യം കോടതിയിൽ ഇവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കോടതി അതിൽ സംശയം ഉന്നയിക്കുകയാണ്, ശ്രീലക്ഷ്മി എന്തുകൊണ്ട് വിസ്തരിച്ചില്ല, അല്ലെങ്കിൽ ശ്രീലക്ഷ്മി എന്തുകൊണ്ട് സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിരുന്നില്ല ശ്രീലക്ഷ്മി ഈ കേസ് കോടതിയിലെത്തുമ്പോൾ. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? പ്രധാനമായി ആ ദിവസത്തിൽ ഇവരുമായി, അതായത് പ്രതിയുമായി ഒന്നാം പ്രതിയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമായിരുന്നില്ലേ? ഒരു പക്ഷേ അവരെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഈ ടോം സൂചിപ്പിച്ചതുപോലെ ഈ മാഡം ആരാണ്? ഒരു സ്ത്രീ നൽകിയുള്ള കൊട്ടേഷനിലാണ് ഈ കൊട്ടേഷനിലാണ് ഈ ബലാത്സംഗം നടക്കുന്നത് എന്ന് പൾസർ സുനി നടിയോട് പറഞ്ഞതായി തന്നെ നടി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ആൾ ആരാണ്, അല്ലെങ്കിൽ ഈ മാഡം ആരാണ് എന്നുള്ള ഒരു കാര്യവും അങ്ങേറ്റം സംശയം മുന്നിലിരിക്കുന്നത്. അത് കാവ്യ മാധവനാണോ, അതല്ലെങ്കിൽ മഞ്ജു വാര്യരാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിലും ക്ലാരിറ്റി വരുത്തിയിട്ടില്ല.
ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത് ചെയ്യുമ്പോഴാണ് കോടതി വിധി പകർപ്പിൽ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് SIT ഈ ഒരാളെ പറ്റി, അതായത് ശ്രീലക്ഷ്മി ആ ചിത്രത്തിലേ ഇല്ലാത്ത രീതിയിലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ. ചിലപ്പോൾ ഈ തരത്തിൽ അന്വേഷണ സംഘം പറഞ്ഞതുപോലെ, ടോം സൂചിപ്പിച്ചതുപോലെ അവരുമായി ബന്ധത്തിലുണ്ടായിരുന്ന, അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരു ലേഡി എന്നുള്ള നിലയിൽ അവരുടെ സ്വകാര്യതയെ മാനിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കോടതി ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവരെ ഈ സാക്ഷി പട്ടികയിൽ പെടുത്താത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകിച്ചും ടോം ഉന്നയിച്ചതുപോലെ തന്നെ അതോടൊപ്പം ഇവിടെ ഈ അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാൻ ആകുന്നില്ല, ഈ ആരോപണം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരമൊരു സംശയം കോടതി ചോദിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു ചാനലിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അന്ന് ഈ അതിജീവിതയെ തീർത്ത് കളയുമെന്ന് ദിലീപ് പറഞ്ഞതായി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല താരങ്ങളുടെയും മൊഴികളിലുണ്ട്. പിന്നീട് കൂറുമാറ്റമൊക്കെ സംഭവിച്ചതാണ്, അതായത് സാക്ഷികളുടെ കൂറുമാറ്റമൊക്കെ സംഭവിച്ചൊരു കേസ് കൂടിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് കോടതി അത്തരമൊരു അവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുന്നത്? ഇവിടെയും ടോം പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടുന്നത് പ്രോസിക്യൂഷന് ഇക്കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം നടി കോടതിയിൽ ക്രോസ് വിസ്താരത്തിനിടയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കോടതി പറയുന്നതിന് തെളിവുകളില്ല, സാക്ഷികളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ എന്നുള്ള സാഹചര്യമാണ്. അതേസമയം ടോം സൂചിപ്പിച്ചതുപോലെ ഈ ആബാദ് പ്ലാസയിൽ വെച്ച് നടന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് തന്നെ ഈ പറയുന്നത് പോലെ നടിയുമായി ദിലീപ് വലിയ വഴക്ക് തന്നെ ആവുകയും അത് പിന്നീട് നടിയെ ഇല്ലാതാക്കി കളയുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു എന്നുള്ള തരത്തിലുള്ള മൊഴി ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നതാണ്. അത് അന്വേഷണ സംഘം ആ മൊഴി രേഖപ്പെടുത്തിയതുമാണ്. അതേസമയം ആ മൊഴി തന്നെ 28 പേരോളം നമുക്ക് കോടതിയിലെത്തിയപ്പോൾ മൊഴി മാറ്റി പറഞ്ഞിരുന്ന സാഹചര്യമുണ്ട്. സാങ്കേതികമായി അതിന്റെ മൊഴി മാറ്റം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അന്വേഷണ സംഘത്തിന് മുൻപേ മൊഴി നൽകിയിരുന്ന ആളുകൾ കോടതിയിലെത്തിയപ്പോൾ അതല്ല കോടതി നൽകിയിരുന്ന സാഹചര്യം. പ്രത്യേകിച്ചും ദിലീപ് ഈ പറയുന്ന ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ നടിയുമായി അസ്വാരസ്യത്തിലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം പോലും ഈ വിധി വന്ന ശേഷവും ദിലീപ് ക്ലെയിം ചെയ്യുന്നത് തനിക്ക് നടിയുമായി സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത്, തനിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് 4 മാസത്തിന് ശേഷമാണ് നടി പോലും തന്നോടുള്ള നിലപാട് മാറ്റി പറഞ്ഞത്, അതും ഗൂഢാലോചനയുടെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ദിലീപ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും. അതായത് ഈ ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ ഉന്നയിക്കപ്പെടുകയും പിന്നീട് അത് കോടതിയിലെത്തുമ്പോൾ അത് മൊഴി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കും ദിലീപും ഈ നടിയും തമ്മിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള തരത്തിലേക്ക് പിന്നെ ഈ മൊഴി നൽകിയവർ മാറ്റി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ദിലീപിനെതിരെ തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ദിലീപ് നടിയെ ഭീഷണിപ്പെടുത്തിയെന്ന് നടി ആരോപിക്കുമ്പോൾ അത് കോടതിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അത് അവിശ്വാസത്തിലെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ദിലീപിനെതിരെ ഒരു തെളിവ് പോലും, ദിലീപ് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഒരു തെളിവ് പോലും ഹാജരാക്കാൻ നടിക്കോ പ്രോസിക്യൂഷനോ കഴിഞ്ഞിട്ടില്ല എന്നും കോടതി പറഞ്ഞു വെക്കുകയാണ്. കേട്ടോ, തീർച്ചയായും അതുകൊണ്ടാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. ആ നടപടി, അതായത് നടിയാക്രമണ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ അപ്പീൽ നൽകാനുള്ള സർക്കാരിൻ്റെ നീക്കം എന്താണ്? അതിവേഗത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് മാത്രമല്ല, പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് ഏറ്റവും ചെറിയ ശിക്ഷ മാത്രമാണ് നൽകിയതെന്ന് ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അന്ന് തന്നെ പ്രോസിക്യൂഷൻ ഈ വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചിരുന്നു, ഉടൻ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് സർക്കാരിൻ്റെ നീക്കം? അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അടിയന്തരമായി തന്നെ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വിധി പകർപ്പ് പുറത്തു വന്നതോടുകൂടി ഏതൊക്കെ സാഹചര്യത്തിലാണ് ദിലീപ് കുറ്റവിമുക്തനായത്, അതുപോലെ തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന ഡിസംബർ 8-ാം തീയതി ഈ വിധി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഈ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും ആദ്യത്തെ കുറ്റകൃത്യവുമായി നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 6 പേർ കുറ്റക്കാരെന്ന് മാത്രമാണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ
6 പേർക്കുള്ള, അതായത് ഗൂഢാലോചന കുറ്റവും അതുപോലെ കൂട്ടബലാത്സംഗവും ഉൾപ്പെടെയുള്ള കേസുകൾക്ക് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അതേസമയം മിനിമം ശിക്ഷയാണ് 20 വർഷം. ഈ 20 വർഷം മാത്രമാണ് ഈ കുറ്റവാളികൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാതി. അത് തന്നെയാണ്. അത് അന്ന് തന്നെ മന്ത്രി പി രാജീവ് പറഞ്ഞിരുന്നു, അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായിട്ട് അവർ ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അപ്പീൽ പോകും, സർക്കാർ അപ്പീൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, ഈ പ്രതികളും ഹൈക്കോടതിയിൽ ഈ ശിക്ഷാവിധി കൂടിപ്പോയി എന്നുള്ള കാര്യം കാണിച്ച് പ്രതികളും ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവർ ചെയ്ത കുറ്റത്തിന് അല്ലെങ്കിൽ കോടതി അവർ കുറ്റവാളികളാണെന്ന് കോടതി അവരിൽ കണ്ടെത്തിയ കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ 20 വർഷം തടവ് എന്ന് പറയുന്നത്. അതേസമയം പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ നൽകണമെന്ന് ആവർത്തിച്ച് കോടതിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ അതിജീവിത പോസ്റ്റ് ചെയ്ത പോസ്റ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് നോക്കുകയാണെങ്കിൽ അതിജീവിത ഇതിൽ അങ്ങേയറ്റ അതൃപ്തിയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ചും അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഈ വിധി കേട്ടിട്ട് ഞെട്ടിയോ എങ്കിൽ, പക്ഷേ എനിക്കതുണ്ടായില്ല. കാരണം 2020 മുതൽ ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. 2020 മുതൽ എനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തത ഉണ്ടായിട്ടുള്ളതാണ്. ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടും അക്കമിട്ട് പറയുകയാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് നടിക്ക് ഇവിടെ നിന്ന് നീതികേടുണ്ടായത്, അതല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് നീതികേട് തനിക്ക് ഫീൽ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടി അക്കമിട്ട് പറയുന്നു. അത് പ്രധാനമായിട്ടും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയിരിക്കുന്ന സാഹചര്യങ്ങൾ, 2 തവണ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറിപ്പോകുന്ന സാഹചര്യം, അതും ജഡ്ജ് കോടതിയിൽ ഇവരുമായി സഹകരിച്ചു പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവർ വഴക്കിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് മൂന്നാമതായി പ്രോസിക്യൂട്ടറായിട്ട് അഡ്വക്കേറ്റ് അജകുമാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് മാത്രമല്ല, തന്റെ അവകാശങ്ങൾ മൗലികമായിട്ടുള്ള അല്ലെങ്കിൽ മിനിമമായിട്ട് തന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ആരോപണമാണ് നടി ഉന്നയിക്കുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് പിന്നാലെ മെമ്മറി കാർഡ് ടാമ്പറിംഗുമായി ബന്ധപ്പെട്ടത് ജഡ്ജിനെ കോടതിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് സൂചിപ്പിച്ചതുപോലെ ഉടൻ തന്നെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ ഒരുങ്ങുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി വിധിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് നിർദ്ദേശം. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. അറസ്റ്റ് തടഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. അതായത് ഈ ഒളിവിൽ നിന്നും ഒളിജീവിതത്തിൽ തിരികെ പാലക്കാട് എത്തി, അതിനുശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്. പോലീസ് രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചാൽ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റിലേക്കുള്ള നടപടികൾ, കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളൊക്കെ പോലീസ് തയ്യാറാക്കിയിരുന്നു. പക്ഷേ അറസ്റ്റ് വ്യാഴാഴ്ച വരെയും നീട്ടിയിരിക്കുന്നു. എന്താണ് നടപടി? അതോടൊപ്പം ഇനിയും, അതായത് വ്യാഴാഴ്ച വരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരിക്കുമോ? ഇത്തരം കേസുകളിൽ സാധാരണയായി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണോ അന്വേഷണ സംഘം പാലിക്കുന്നത് അതേ കീഴ്വഴക്കം തന്നെയായിരിക്കും ഈ ഒരു കേസിലും ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് അസാധാരണമായ മറ്റ് നടപടികളൊന്നും ഉണ്ടാകില്ല. അതായത് ഒരു ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനുള്ള സാധ്യതയൊക്കെ ഈ 2 ദിവസത്തിനിടയിൽ ഇനി കാണുമോ എന്ന സംശയമാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ വേണ്ട എന്നൊരു നിലപാടിലാണ് അന്വേഷണ സംഘമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിൽ തുടരുകയും ചെയ്യും. എന്തായാലും ആദ്യത്തെ കേസിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. അങ്ങനെ 10 ദിവസത്തേക്ക്, അതായത് ഇന്ന് വരെയായിരുന്നു അറസ്റ്റ് ആദ്യം തടഞ്ഞത്. അതേസമയം കേസിൽ വിശദമായ വാദം കേൾക്കേണ്ടത് ഉണ്ട് എന്ന് കോടതി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആ വിശദമായ വാദം കേൾക്കൽ ഉണ്ടായിട്ടില്ല. അത് ആ വിശദമായ വാദം കേൾക്കാനായി വ്യാഴാഴ്ചയായിരിക്കും ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുക. അതുവരെ നേരത്തെ എടുത്ത ആ തീരുമാനം, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള തീരുമാനം, അത് വ്യാഴാഴ്ച വരെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. കോടതി അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രമേ തുടർ നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതേസമയം രണ്ടാമത്തെ ബലാത്സംഗ കേസ് ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. അതുവരെ അതിൽ മറ്റ് തുടർ നീക്കങ്ങളൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീലാണ്, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീലാകും. അതായത് കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതി
രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് നൽകിയ നിർദ്ദേശം, അതായത് ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതിനെതിരെ, ഈ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ തന്നെ അപ്പീൽ നൽകിയത് കൊണ്ടാണോ ഇന്ന് ഹാജരാകാതിരുന്നത്? അത്തരമൊരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നതും? എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം ആ വിധിയിലില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം. അങ്ങനെയാണ് അതിൽ വളരെ കൃത്യമായി എടുത്തു പറയുന്നത്. മാത്രവുമല്ല, അങ്ങനെ എപ്പോഴാണ് ഹാജരാകേണ്ടത് എന്നത് പരാമർശിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഒരു നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിനോ അഭിഭാഷകനോ ഒന്നും അന്വേഷണ സംഘം ഇതുവരെ നൽകിയിട്ടില്ല. എവിടെ വരണമെന്നോ എപ്പോൾ വരണമെന്നോ ആരെ കാണണമെന്നോ ഒന്നും ഔദ്യോഗികമായി രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നാണ് രാഹുലിൻ്റെയും അഭിഭാഷകരുടെയും വാദം. അതുകൊണ്ടാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകാതിരുന്നത്. മാത്രമല്ല, ഇതിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസായതിനാൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുത്തതിന് ശേഷം മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇതൊരു വ്യക്തിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി കൈവന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിവാദപരമായ ഇടപെടലുകളോ അത്തരത്തിലുള്ള നടപടികളോ ഒന്നും തിടുക്കത്തിൽ വേണ്ട എന്നൊരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം പഴുതുകൾ അടച്ച് കൃത്യമായി തെളിവുകൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലി. അതിൻ്റെ ഭാഗമായി ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ലഭിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഒരിക്കലും കരുതിയതല്ല. അവിടെ കോടതി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നിർദ്ദേശമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുള്ള മറ്റുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ 2 കേസുകളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ ഒരു വാദം വരുന്ന ദിവസം നടക്കുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട കേസായി കാണരുത് എന്നായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായി കോടതിയിൽ ബോധിപ്പിക്കുക. അതിനുവേണ്ടി കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളായിരിക്കും പ്രോസിക്യൂഷൻ അത് ഹാജരാക്കുക എന്നാണ് സൂചന. അതിനുവേണ്ടിയുള്ള തെളിവ് ശേഖരണം അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി. അതുവരെ നിരീക്ഷണത്തിൽ വെക്കുക രാഹുലിനെ എന്ന ഒരു നീക്കമാണ്, എന്നൊരു തന്ത്രമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ വളരെ കൗതുകകരമായ കാഴ്ചയാണ് കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂട്ടറിൽ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായി കാണുന്നു, കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിക്കുന്നു. പക്ഷേ ഇവിടെ തൊട്ടു പിന്നാലെ പോലീസുണ്ട്, മാധ്യമങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ നീക്കങ്ങളും കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഭീഷണി പ്രസംഗവുമായി മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ. CPMനെ കളി പഠിപ്പിക്കാൻ വന്നാൽ കയ്യും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തുമെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം ഫൈസലിന്റെ ഭീഷണി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഇടതംഗമാണ് ഫൈസൽ. തലതൊട്ടപ്പന്മാർ തമ്പുരാക്കന്മാർ വന്ന് പറഞ്ഞാലും, കബറിന്റെ 6 അടി മണ്ണിൽ നിന്ന് ഉണർന്നു വന്ന് പറഞ്ഞാലും, ഏറ്റമാടിന്റെ ഈ കോട്ട വെട്ടിക്കുവാൻ ആയിട്ടില്ലട നാറികളെ. ഒരിക്കൽ കൂടി പറയാണ്, തെരുവ് നാറികളെ, ഇനി എങ്ങാനാ ആട്ടുതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. കയ്യൂരിലും കരിമല്ലിലും നിറായാലും പുന്നപ്പറയിലും ചുവന്നു പൊങ്ങിയ ആ ചോരച്ചുമുടി ഉയർത്തുപാട്ടായവരാ പറയുന്നത്. ഇനിയും നിങ്ങളുടെ തെമ്മാതി രാഷ്ട്രീയം, തെണ്ടിത്തരത്തിന്റെ രാഷ്ട്രീയം ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരരുത്. നിങ്ങളെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന് വളാഞ്ചേരിയിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ശിഹാബുദ്ദീൻ ഭീഷണി മുഴക്കി. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചു തല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട്
പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഈ ജനീയ ആളാണ്. പിന്നെ കാളിയാളിൽ നിന്നോ അതല്ല മറ്റു വളാഞ്ചേരിയിൽ നിന്നോ പന്മാരമ്പത്തിൽപ്പെട്ടു വന്ന ഒരു ആളല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളോട് ഞങ്ങൾ മാന്യമായി വോട്ട് ചോദിച്ചുകൊണ്ട് വിജയിച്ചു കൊണ്ടുവന്നവരാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ പണം വെച്ചുകൊണ്ടോ നിങ്ങളുടെ പവർ വെച്ചുകൊണ്ടോ ജയിച്ചതല്ല. ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചതാണ്. അതിന്റെ ഒരു പ്രതികാരമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടാടും. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ മുട്ടിങ്കാല് തല്ലിയൊടിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇന്ന് ഇറങ്ങാൻ പറ്റിയ ഏതെങ്കിലും വല്ല പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരണമെന്നാണ് പറയാനുള്ളത്, തുടക്കത്തിൽ പറയാനുള്ളത്. ഞങ്ങൾ തുടങ്ങുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പില് മലപ്പുറത്ത് ഇടതുപക്ഷത്തിനുണ്ടായതാണ്. അതിനുശേഷം പരസ്പരം പ്രകോപനമുയർത്തിയുള്ള പ്രസംഗങ്ങൾ, കൊലവിളി പ്രസംഗങ്ങൾ, അതോടൊപ്പം ഭീഷണിയൊക്കെ ഉയർന്നു വരുന്നു. ഇന്ന് രാവിലെ പുറത്തു വന്നത് ഒരു സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറി നടത്തിയ അധിക്ഷേപ പ്രസംഗം, അതോടൊപ്പം കൊലവിളി പ്രസംഗങ്ങൾ. എന്താണിപ്പോൾ മലപ്പുറത്ത് സംഭവിക്കുന്നത്? ടോം, നമ്മൾ KB മജീദിന്റെ LDFന്റെ പ്രസംഗം നമ്മൾ കേൾപ്പിച്ചില്ല. കാര്യം കേൾപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത്രയും മോശമായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലൊക്കെയാണ് ഒരു ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ സംസാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമ്മളിപ്പോൾ രണ്ടെണ്ണം കേൾപ്പിച്ചത് രണ്ടുപേർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടയിൽ അല്ലെങ്കിൽ ഈ ആവേശത്തിനിടയിൽ സംസാരിച്ചതാണ്. എന്താണെങ്കിലും ഇതിൽ നമുക്കറിയാം, മലപ്പുറത്ത് ഇടതുപക്ഷം ചിത്രത്തിൽ എവിടെയും ഇല്ല എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ടതാണ്. ഇവിടെ അപൂർവമായിട്ട് 3 ഇടങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷം ജയിച്ചത്. അതിലൊന്നാണ് വളവന്നൂർ. ഈ ഒരു ഭീഷണി പ്രസംഗം നമ്മൾ കേട്ടെടുത്ത്, അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിൻ്റെ ആവേശത്തിൽ അത്തരത്തിൽ മറ്റെല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രസംഗമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വളാഞ്ചേരിയിലാകട്ടെ മത്സരത്തിൻ്റെ ഇടയിൽ ഉണ്ടായൊരു സംഭവത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. ടോമിയുടെ ഇതൊന്നുമല്ല ഇവിടെ വിഷയം. പ്രധാനമായിട്ടും ഒരു ആളുകളുടെ ശൈലിയും ആളുകളുടെ സ്വഭാവമൊന്നും കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഭീഷണിയെ അപഹസിക്കുന്ന പ്രസംഗങ്ങൾ, സ്ത്രീകളെ മോശമാക്കുന്ന പ്രസംഗങ്ങൾ, ഇതൊക്കെ എന്നേ ജനം തള്ളിക്കളഞ്ഞതാണ് എന്നൊരു തിരിച്ചറിവ് ഈ നേതാക്കൾക്കാർക്കും ഇല്ല എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളോടൊക്കെ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മിക്കവാറും പ്രതികരിക്കാൻ തയ്യാറായില്ല. നേതാക്കൾ പറയുന്നത് ആവേശത്തിൽ സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ കേൾപ്പിക്കാത്ത പ്രസംഗത്തിൽ തെന്നലയിലെ CPMന്റെ നേതാവായ KB മജീദിന്റെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. യൂത്ത് ലീഗും വനിതാ ലീഗും ഒക്കെ അതിനെതിരെ പോലീസിനെ സമീപിക്കുന്നതൊക്കെയാണ് അറിയുന്നത്. അങ്ങനെ സ്ത്രീകളെ അത്രയും അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് അയാൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം യൂത്ത് ലീഗിൻ്റെയും വനിതാ ലീഗിൻ്റെയും ഭാഗത്തുണ്ടാകും. ഇന്ന് വൈകുന്നേരം തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധം, പരസ്യ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെയാണ് വനിതാ ലീഗിന്റെ പ്രതിഷേധത്തിനപ്പുറം നിയമ നടപടി ഉണ്ടാകുമോ? അത്തരം പരാതി പോലീസിനോ മറ്റോ പരാതി നൽകിയിട്ടുണ്ടോ വനിതാ നേതാക്കൾ? അതോടൊപ്പം അനുമോദ്, ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടോ? ഈ വെറുമൊരു പ്രകോപന പ്രസംഗത്തിനപ്പുറം കൊലവിളി പ്രസംഗമാണ് നടത്തുന്നത്. ഈ വിഷയത്തിൽ ഈ നേതൃത്വം, ഇരു പാർട്ടികളുടെ നേതൃത്വം പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ, അതോ ഈ രീതിയിൽ അടിച്ചു തന്നെ തീർക്കാം, ഇങ്ങനെ പ്രകോപനം തുടരാം എന്നാണോ നിലപാട്? നിലവിൽ പോലീസിന്റെ മുൻവശം പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ പരാതിയുമായി പോകുമെന്നാണ് ചില പ്രശ്നങ്ങൾക്കെതിരെ വനിതാ ലീഗിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പരാതി ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു വടക്കൻ മലബാറിൽ വടിവാളുമായിട്ട് ഉള്ള ആ ഒരു പ്രകടനവും ഇതും രണ്ടായിട്ട് തന്നെ കാണണം. ഇവിടെയൊക്കെ ഈ വാക്കുകൊണ്ടുള്ള ഭീഷണിയും ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗങ്ങളും ആണുള്ളത്. മറ്റൊരു കാര്യം, ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെ ന്യായീകരിക്കുകയല്ല, ഇതിലും മോശമായ പ്രസംഗങ്ങളായിരുന്നു മുമ്പ് നടന്നിരുന്നത്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇതൊന്നും പുറത്തു വരാതിരുന്നത് എന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഒരു അഭിലഷണീയമായ കാര്യമല്ല. ഇവരെയൊക്കെ തിരുത്തുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം പ്രായോഗികമാകും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം പലപ്പോഴും വിജയത്തിൻ്റെ
ആ സന്തോഷത്തിലും ആവേശത്തിലും അതേപോലെ തോൽവിയുടെ ദുഃഖത്തിലും ഈ പറയുന്ന അപമാനത്തിലും ഒക്കെയാണ് ഇത്തരം വാക്കുകളൊക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിന് ചേരുന്നതാണോ, ഒരു പൊതുസമൂഹത്തിന് മാന്യതയുള്ള ഒരു മനുഷ്യർക്ക് ചേരുന്നതാണോ എന്നൊക്കെ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. സംഘർഷത്തിൻ്റെ സാധ്യതകളൊന്നും നിലനിൽക്കുന്നില്ല. എല്ലാവരും ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സ്പിരിറ്റിൽ പറഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് മിക്കവരും കാണുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു നടപടികളോ നീക്കങ്ങളോ അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി പോലീസിന് പരാതി ലഭിച്ചാൽ പോലീസ് നടപടിയായി പോകും. പക്ഷേ പരാതി ഇതുവരെയ്ക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിയുന്നൊരു കാര്യം. യെസ്, അതാണ് അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ ഇതൊക്കെ പൊതുജനങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ ശൈലി, ഇതൊക്കെ കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്തരം ധാർഷ്ട്യം, ധിക്കാരം അതനുസരിച്ചായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിധി എഴുതുക എന്ന് നേതാക്കളെല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. കോഴിക്കോടും ഭീഷണി പ്രസംഗവുമായി CPM നേതാവ്. പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാം. ഈ നിമിഷം മുതൽ ലീഗ് നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്നുമാണ് ഭീഷണിപ്പെടുത്തുന്നത്. CPIയും ഈ കരുവന്തിരുത്തി പ്രദേശത്തും ഫറോക്കിലും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. ചെറുവരലണിക്കാൻ നിങ്ങളെ വീട്ടുകാരനരങ്ങും ഞങ്ങള്. ആ ഒരു അവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPMകാരെ കൊടിമടക്കി വീട്ടിലിരിക്കണമെന്ന നിട്ടൂരമിറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട ലീഗ്? ഈ മൂരി ലീഗിനെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. അതുകൊണ്ട് ആ വെല്ലുവിളിക്ക് നിങ്ങൾ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ മലബാർ മേഖലയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം സാധാരണഗതിയിലൊക്കെ അല്പം കൂടുതലുള്ളത്. അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പാനൂരിൽ കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPM പ്രവർത്തകർ വടിവാളുമായി എത്തി നടത്തിയ ഭീകരാന്തരീക്ഷം. ഇപ്പോൾ അല്പസമയം മുമ്പ് CV അനുമോദ് മലപ്പുറത്തെ സ്ഥിതിവിഷയത്തെക്കുറിച്ച് പറയുകയായിരുന്നു. എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? കോഴിക്കോടും ഈ രീതിയിലുള്ള ഭീഷണി പ്രസംഗങ്ങളുമായി CPM നേതാക്കൾ രംഗത്തെത്തുന്നു. ഈ തോൽവിയെ തുടർന്നാണോ, ഈ അപ്രതീക്ഷിതമായി കനത്ത തോൽവിയെ തുടർന്നാണോ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രകടനമായി തന്നെ ഇതിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഫറൂഖ് നഗരസഭ നിലവിൽ തന്നെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുന്ന നഗരസഭയാണ്. ഇത്തവണയും അവർ ഭൂരിപക്ഷം നിലനിർത്തി. എന്നാൽ CPM ജയിച്ചിരുന്ന 4 ഡിവിഷനുകൾ ഇത്തവണ ലീഗ് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. ഇതിനുശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഈ മരണത്തിനിടെ പടക്കം പൊട്ടിക്കുകയും ചില CPM പ്രവർത്തകരുടെ നേരെ പടക്കമെറിയുകയും ചെയ്തു എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് CPM ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്നുകൊണ്ടുമാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുകയും അതിൽ ഈ വലിയ ഭീഷണി സന്ദേശം പല എതിർ കക്ഷികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. പ്രകോപനം തുടർന്നാൽ വീട്ടിൽ കയറി നിരങ്ങുമെന്നാണ് ഏരിയ കമ്മിറ്റി അംഗമായ സമീഷ് ഭീഷണി മുഴക്കുന്നത്. ഇത്തരത്തിൽ ഭീഷണിയുമായി ഇറങ്ങിയാൽ മുസ്ലിം ലീഗ് പിറ്റേ ദിവസം കരിദിനം ആചരിക്കേണ്ടി വരും എന്ന കൃത്യമായ ആ ഒരു ഭീഷണി സന്ദേശം തന്നെ നൽകുന്നുണ്ട്. ചെറുവിരൽ അനക്കിയാൽ നിങ്ങളുടെ വീടുകളിൽ കയറി നിരങ്ങും. അത്തരമൊരു അവസ്ഥ ഉണ്ടാവരുത്. ലീഗിന്റെ പൊന്നാവരം കോട്ടകളൊക്കെ CPMഉം LDFും ജയിച്ച് മുന്നേറിയ ഒരു കാലമുണ്ടെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പലയിടങ്ങളിലും ഇത്തരം ചെറുതും വലുതുമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കടലുണ്ടിയിൽ CPM പ്രവർത്തകർ എതിരാളികളുമായി ഏറ്റുമുട്ടിയിരുന്നു. ഒപ്പം പാനൂരിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറാമലയിൽ സംഘർഷമുണ്ടായിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും സംഘർഷമുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കപ്പെട്ട അത്ര ഒരു
സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. കാരണം നേതൃത്വം അണികൾക്ക് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ വന്ന വടിവാൾ പ്രകടനത്തിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ പരമാവധി സംയമനം പാലിക്കണം. പാർട്ടി ഒരു വലിയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പിടിവിട്ട പ്രതിഷേധങ്ങളിലേക്ക് പോകരുതെന്ന ഒരു കൃത്യമായ നിർദ്ദേശം തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒറ്റപ്പെട്ട രീതിയിലാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും പ്രകടനങ്ങളും മറ്റുമൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടന്നിരുന്നു. എന്നാൽ ഒരു വ്യാപകമായ സംഘർഷാവസ്ഥയിലേക്ക് കോഴിക്കോട് ജില്ല എന്തായാലും പോയിട്ടില്ല. കേട്ടോ, അതാണ് അനീഷ്, കഴിഞ്ഞ ഒരു 9 വർഷക്കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ CPM ഭരണത്തിൽ നിന്ന സമയമാണ്. പൊതുവെ ഈ കൊലപാതക രാഷ്ട്രീയമൊക്കെ വളരെ കുറവായിരുന്നു എന്ന് പറയാം. അതായത് CPM പ്രതിക്കൂട്ടിൽ വന്ന കൊലപാതക രാഷ്ട്രീയങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ വളരെ കുറവാണ് താരതമ്യേന മറ്റു വർഷങ്ങൾ എടുത്തു നോക്കിയാൽ. അതായത് 2016 മുൻപുള്ള സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കളുടെ നിയന്ത്രണം വിട്ടുപോകുന്നു. അതായത് തോൽവി മുന്നിൽ കണ്ടുള്ള ഒരു സാഹചര്യമാണോ, അതാണോ ഈ രീതിയിലുള്ള പ്രകോപനങ്ങൾക്ക് കാരണമാകുന്നത്? ഒരുപക്ഷെ നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നേതൃത്വം കൃത്യമായി വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം മുൻപത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലായിടങ്ങളിലും CCTVകളുണ്ട്. സംയമനം പാലിച്ചില്ലെങ്കിൽ പൊതുജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായും അത്തരമൊരു തിരിച്ചറിവുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ CPMന്റെ മുതിർന്ന നേതാക്കൾ അവർക്ക് ജില്ലയിൽ സംഭാഷണം നടത്തിയപ്പോഴും അവർ പറയുന്ന കർശനമായ നിർദ്ദേശം അണികൾക്ക് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിലെ തോൽവി ഒന്നിന്റെയും അവസാനമല്ല, ഇനി വലിയൊരു തെരഞ്ഞെടുപ്പ് യുദ്ധം തന്നെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് മോശമായ പെരുമാറ്റങ്ങൾ അണികളുടെ അല്ലെങ്കിൽ സൈബർ അണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് പാർട്ടിയെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? നമുക്കറിയാം, കുറ്റ്യാടി അടക്കമുള്ള ഇടങ്ങളിൽ ഷാഫി പറമ്പിലുമായി കൊമ്പ് കോർക്കേണ്ടി വന്നെങ്കിലും അതിന്റെ ഒടുവിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് CPMനാണ്. കാരണം കുറ്റ്യാടി മേഖലയിലെ മുഴുവൻ പഞ്ചായത്തുകളും പേരാമ്പ്ര മേഖലയിലെ മുഴുവൻ പഞ്ചായത്തുകളും പാർട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം അവിടെ നിന്നും കോൺഗ്രസിനും മറ്റു UDF കക്ഷികൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത വിധം കോട്ടകളായി ഇടതുപക്ഷം കാത്തു സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പൂർണ്ണമായി അടിപതറുന്ന ഒരു സാഹചര്യം. അതായത് പേരാമ്പ്രയില് ഷാഫി പറമ്പിലുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഘർഷം പരസ്പരം വെല്ലുവിളിക്കുന്നു, പോരടിക്കുന്നു, ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നു, ആശുപത്രിയിൽ പോകുന്നു. അതുകൂടി കോൺഗ്രസ് പ്രവർത്തകർക്ക് പതിവില്ലാത്തൊരു ഊർജ്ജം ഉണ്ടാവുന്നു. അവർക്കൊരു നേതാവ് ആ മേഖലയിൽ ഉണ്ടാവുന്നു. ഒപ്പം ലീഗ് അണികൾ കോൺഗ്രസുകാരെക്കാൾ ആവേശത്തിൽ ഷാഫിക്ക് പിന്നിൽ അണിനിരക്കുന്നു. അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം വിഘടിച്ചു നിന്ന് മുന്നണിക്കും അല്ലെങ്കിൽ ആ പാർട്ടിക്കും ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവുകയും അത് വലിയ തോതിൽ ഈ കുറ്റ്യാടി പേരാമ്പ്ര മേഖലകളിൽ അത് UDFന് ഗുണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് പ്രകോപനത്തിന്റെ പാതയിലേക്ക് വീണ്ടും നീങ്ങിയാൽ അത് വലിയ ദോഷകരമായി ബാധിക്കുമെന്ന് നേതൃത്വത്തിന് അറിയാം. ഇന്നലെ തന്നെ പേരാമ്പ്രയിൽ വലിയ വിജയാഹ്ലാദ പ്രകടനം UDFന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും ഒരു തരത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് LDF പ്രവർത്തകർ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. അതായത് അവഗണിച്ച് മുന്നോട്ട് വിട്ടില്ലെങ്കിൽ വലിയ പരുക്കാണ് ഏൽക്കുക, അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരതമ്യേന മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ സംഭവ പരമ്പരകൾ കുറവാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വടകര ഭാഗത്തൊക്കെ നാദാപുരം മേഖലയിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ആ സമയത്ത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷ പരമ്പരകളാണ് ഉണ്ടാവുക. ഇത്തവണ ഏറാമലയിൽ ഒരു ഇന്ദിരാഗാന്ധി സ്തൂപം തകർത്തതൊക്കെ ഒഴിവാക്കിയാൽ പിന്നീട് അവിടെയും കാര്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായില്ല. കടലുണ്ടിയിൽ ചെറിയ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഘർഷം അല്ലെങ്കിൽ പോലും ഒരു കൊലയാളി പ്രസംഗത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ മറ്റു തരത്തിലേക്കൊന്നും പോകുന്നില്ല. എങ്ങനെയും നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കുക എന്നതാണ്. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. അതുകൊണ്ട് മറ്റു രീതിയിലേക്ക് പോയാൽ അത് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായ സമവായത്തിന്റെ പാതയിലേക്ക് പോകും. ഈ സംഭവത്തിലടക്കം കൃത്യമായ ഒരു വിശദീകരണം ഒരുപക്ഷെ ചോദിച്ച് അല്ലെങ്കിൽ ഒരു അണികളെ ആവേശത്തിലാക്കാനുള്ള ഒരു പ്രസംഗം എന്ന വിലയിരുത്തലിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത. ഈ പാനൂരിലെ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള പ്രകടനത്തിന് പിന്നാലെ, അത് വിവാദമായതിന് പിന്നാലെ CPM നേതൃത്വം അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന്. അതിനിടെ കണ്ണൂർ പാനൂരിൽ ആക്രമണത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റ് ചെയ്തു.
വാർത്തയിലേക്ക് എത്താം. ഇടവേളയ്ക്ക് ശേഷം സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു CPM പ്രവർത്തകരുടെ ആക്രമണം. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ് ചേരുന്നുണ്ട്. സുമേഷ്, വടിവാളും കൊണ്ടുള്ള CPM പ്രവർത്തകരുടെ പ്രകടനം, കൊലവിളി, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം കേരളം കണ്ടത്. ഇപ്പോൾ 5 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ? തീർച്ചയായും ടോം. ഏതായാലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലയിൽ വ്യാപകമായ അക്രമ പരമ്പരകളായിരുന്നു നടന്നു വന്നത്. അത്തരമൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാനൂർ നടന്ന അക്രമത്തിന്റെ പേരിലാണ് ഈ 5 CPM പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കൊളവല്ലൂർ പോലീസാണ് കൊളവല്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഈ പാറാട് സ്വദേശികളായിട്ടുള്ള അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരിപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ വോട്ടെണ്ണൽ ദിവസമായിട്ടുള്ള വൈകിട്ട് 5:30 അതിൽ പ്രധാനമായ കാരണം അത് ഇത്തരമൊരു സംഘർഷത്തിന് കാരണമായത് ഈ 25 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെയുള്ള ഒരു പഞ്ചായത്ത്, അതായത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നത്. ഈ അങ്ങനെ 11 സീറ്റ് UDF-ഉം 9 സീറ്റും മാത്രമാണ് LDF നേടാൻ സാധിച്ചത്. അങ്ങനെ ഈ UDF പ്രവർത്തകർ ഇതിലൊരു വിജയം പ്രകടിപ്പിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ടൗണിൽ ഇവിടെയുള്ള ഒരു അങ്ങാടിയിൽ, അതായത് പാറാട് അങ്ങാടിയിൽ വെച്ചിട്ട് ഒരു ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ഈ പ്രകടനത്തിന് നേരെയായിരുന്നു ഈ CPM പ്രവർത്തകർ ഈ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട്, വടിവാളും എടുത്തുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഈ പ്രകടനത്തിന് നേരെ തിരിയുകയും അങ്ങനെ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തത്. ഈ സംഘർഷത്തെ തുടർന്നാണ് ഇപ്പോൾ 5 CPM പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 50ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാലും ബാക്കിയുള്ളവരൊക്കെ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെ വ്യാപകമായ അക്രമമായിരുന്നു ജില്ലയിൽ ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് ദിവസം, അതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ ദിവസവും ഉണ്ടായത്. ഏതായാലും കൂടുതൽ പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അവരെ ഇപ്പൊ പോലീസ് തെരഞ്ഞു വരികയാണ്. ടോം, വ്യക്തമാണ്. സുമേഷ് മൊറാഴിയാണ് വിവരം നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, പാനൂർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലാകും, കൂടുതൽ പേരെ പിടികൂടുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രോത്സവത്തിനിടെ തെയ്യത്തിൻ്റെ അടിയേറ്റ് യുവാവ് അബോധാവസ്ഥയിലായി. രാത്രിയിൽ ആണ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടാകുന്നത്. യുവാവിന് ഈ തെയ്യത്തിൻ്റെ അടിയേൽക്കുന്നത്. അടിയേറ്റ പ്രദേശവാസിയായ മനു എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, എന്തായാലും ഈ അടിയേറ്റ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഭയം തോന്നും. തെയ്യം അതിശക്തമായ രീതിയിലാണ് ഈ ചെറുപ്പക്കാരനെ അടിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ? ടോമേ, വടക്കൻ കേരളത്തിൽ ഇത് തെയ്യാട്ട സീസണാണ്. നിരവധി ക്ഷേത്രങ്ങളിലും മറ്റും ഇത്തരത്തിൽ തെയ്യങ്ങൾ അത്തരത്തിൽ വലിയ തോതിൽ കെട്ടിയാടുന്ന ഒരു സമയമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം നീലേശ്വരം പള്ളിക്കര പാലേര കീഴിൽ വിഷ്ണുമൂർത്തി ദേവസ്ഥാനത്തിൽ നടന്ന പൂമാരുതൻ തെയ്യം, അതായത് രാത്രിയാണ് ഈ പൂമാരുതൻ തെയ്യത്തിന്റെ വെള്ളാട്ടം ഉണ്ടായത്. ഈ പ്രധാനമായും ഈ പൂമാരുതൻ തെയ്യം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ സമയങ്ങളിൽ അത് വലിയ തോതിൽ ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ആളുകൾ കൂകി വിളിച്ച് തെയ്യത്തെ പ്രകോപിപ്പിക്കും. അപ്പോൾ തെയ്യം ഭക്തരെ ഇത്തരത്തിൽ മാറ്റുന്ന ഒരു
സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് നമുക്ക്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിൽ മനു എന്ന് പറയുന്ന പ്രദേശവാസിയായ യുവാവ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ തെയ്യത്തിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു. പിന്നീട് തെയ്യം കയ്യിലുണ്ടായിരുന്ന പരിച ഉപയോഗിച്ചാണ് തലക്കാണ് അടിയേൽക്കുന്നത്. അടിയേറ്റ സമയം തന്നെ കിണറിന് തൊട്ട് സമീപം ഒരു കിണറും കാണാം. കിണറിന് സമീപം ബോധരഹിതനായി വീഴുന്ന സാഹചര്യമാണ്. ഇയാളെ ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഭാഗ്യം കൊണ്ട് തന്നെ ഇയാൾക്ക് മറ്റൊന്നും സംഭവിച്ചില്ല. തമേ നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുന്നു ഈ തെയ്യാട്ട് സീസണിൽ എന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് നീലേശ്വരം അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ ഇതേപോലെ രാത്രി ഉണ്ടായ മൂവാളൻ കുഴി ചാമുണ്ടിയുടെ വെള്ളാട്ടവുമായി ബന്ധപ്പെട്ട് തെയ്യം വലിയ തോതിൽ ഈ ഒരു ഉറഞ്ഞു തുള്ളുന്നതാണെന്ന് പറയും സാധാരണ. അങ്ങനെ ഉറഞ്ഞുള്ളുന്ന സമയത്ത് ഒരാളുടെ ഈ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം ഉപയോഗിച്ച് ഒരാളെ അടിക്കുകയും ആ മൂക്കിന്റെ പാലം പൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ, നീലേശ്വരം പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിയുമായി പോയെങ്കിലും അത് തെയ്യമാണ് ഇത്തരത്തിൽ അടിച്ചത് എന്ന് പറഞ്ഞ് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതായത് തെയ്യം കെട്ടിയ കലാകാരൻ അഞ്ഞൂറ്റാൻ കോദണ്ഡരാം ബാബു എന്ന് പറയുന്ന ആളായിരുന്നു. പക്ഷേ തെയ്യം ഞാനല്ല, ഇത് തെയ്യമാണ് ഇതെന്നായിരുന്നു പരാതി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ ഇതേ ക്ഷേത്രത്തിൽ തന്നെ ഈ മൂവാളം കുഴി ചാമുണ്ടിയുടെ ഉറഞ്ഞ ആടുന്ന സമയത്ത്, കെട്ടിയാടുന്ന തുടക്കത്തിൽ വലിയ തോതിൽ പടക്കം പൊട്ടുകയും 6-7 പേരുടെ മരണത്തിനിടാക്കുകയും 100ഓളം പേർക്ക് തീപ്പൊള്ളലേൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ സംഭവങ്ങൾ, ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു. തെയ്യം കെട്ടുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ വിശ്വാസങ്ങൾക്കും ആചാരത്തിനും അതീതമായി പ്രതീകാത്മകമായി ഒക്കെ ചില ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യമൊക്കെ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും വലിയ തോതിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാവുന്നത് അതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ വിശ്വാസത്തിന്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ ആ യുവാവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ, ഈ തെയ്യത്തിന്റെ അടിയേറ്റ യുവാവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഇത്തരം സംഭവങ്ങളിൽ, ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങളിൽ എന്ത് നടപടിയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത്? ഇത് വിശ്വാസത്തിന്റെ പേരിലെന്ന് പറഞ്ഞ് ഇത് കേസുകളൊന്നും എടുക്കാതെ ഇത് എഴുതി തള്ളുന്ന സാഹചര്യമാണുള്ളത്. ടോമെ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ഞൂറ്റാൻ വീരർക്കാവിൽ കഴിഞ്ഞ സമയത്തുണ്ടായ വെടിക്കെട്ടുമായ അപകടം തന്നെ. അതിൽ സംഘാടകർ, അതായത് ക്ഷേത്രത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുപ്രകാരം കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർക്ക് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തെയ്യം ഇത്തരത്തിൽ അടിക്കുകയും അല്ലെങ്കിൽ തെയ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പരാതികളോ കേസുകളോ ഒന്നും വരാറില്ല. അത് നേരത്തെ ടോം പറഞ്ഞതുപോലെ തന്നെ ഇത് വിശ്വാസത്തിന്റെ ഭാഗം, ആചാരത്തിന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം തെയ്യം കല കെട്ടുന്ന സമയത്ത് അയാളുടെ ഒരു വ്യക്തിത്വം അതൊരു, ഇപ്പോൾ ഇത് പൂമാരുതൻ എന്നൊരു തെയ്യമാണ്. പക്ഷെ അതുമായിട്ട് ഈ ആള് പരാതി കൊടുക്കുന്നത് പൂമാരുതൻ തെയ്യത്തിന്റെ പേരിലായിരിക്കണം പരാതി കൊടുക്കേണ്ടത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ താനല്ല അത് ചെയ്തത്, അത് തെയ്യമാണ് എന്ന് പറഞ്ഞാൽ ആ കേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ച സംഭവത്തിൽ അത് അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്നും അത് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇതിൽ ക്ഷേത്ര കമ്മിറ്റിയും അതുപോലെ തന്നെ തെയ്യം കലാകാരന്മാരും ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇത് തെയ്യം പല ആചാരങ്ങളുണ്ട്. കണ്ണൂരിൽ 2023 തെങ്ങിന്റെ മുകളിൽ നിന്നും തെയ്യം തെങ്ങിന് മുകളിൽ കയറുന്ന തെയ്യമാണ്, ബപ്പിരിയൻ തെയ്യം എന്നാണ് പറയപ്പെടുന്നത്. ആ തെയ്യം തെങ്ങിന്റെ മുകളിൽ നിന്ന് ബാലൻസ് തെറ്റി താഴെ വീണ് അയാൾ ഇപ്പോഴും അദ്ദേഹം കിടപ്പിലാണ്. അങ്ങനെ വലിയ തോതിലുള്ള ഈ കായികമായ ഇതിന്റെ വ്രതം എടുത്താണ് ഈ തെയ്യം കിട്ടുന്നത്. പക്ഷേ അതിൽ ചില കാര്യങ്ങളിൽ, ചില വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അത് ചിലപ്പോൾ അതിര് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് 3 ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഈ മൂവാളൻ കുഴി ചാമുണ്ടി എന്ന് പറയുന്ന ഉഗ്രരൂപിണി. ഇത് ഭക്തർക്കിടയിൽ ഒരു 15 മിനിറ്റോളം വലിയ തോതിൽ ഭക്തർക്കിടയിലേക്ക് അത് ഓടി പോകും. അവരെ അടിക്കും. അതായത് കയ്യിലുള്ള ആയുധം, മറ്റേ പരിചയം മറ്റും വെച്ച് അടിക്കും. അതിന് കണക്കായി തന്നെ ആളുകൾ ഇതിനെ തൂക്കി വിളിച്ച് ഈ തെയ്യത്തെ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ആ ഒരു രീതി. അത് പ്രത്യേകിച്ച് രാത്രി നടക്കുന്ന ഈ വെള്ളാട്ടത്തിനാണ് വലിയ തോതിൽ അപകടം ഉണ്ടാകുന്നത്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ഈ സംഭവത്തിലും പരാതിയുമില്ല, ഇതിൽ കേസുമില്ല. ഇയാൾക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം അത് തലയ്ക്ക് പിറകിൽ വളരെ മർമ്മപ്രധാനമായ സ്ഥലത്താണ് ഈ അടി കൊള്ളുന്നത്.
അടികൊള്ളുന്നത്. അയാൾ ആ സമയത്ത് തന്നെ അവിടെ ബോധം കെട്ട് വീഴുന്നതോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തെയ്യം അപ്പോഴും അത് വീണ്ടും അരങ്ങിൽ അത് കളിക്കുന്നത് നമുക്ക് അതിൽ ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ കുറച്ച് ആളുകളെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആശുപത്രിയിൽ കൊണ്ട് അയാൾ പ്രാഥമിക ചികിത്സ നൽകിയപ്പോൾ തന്നെ അയാൾക്ക് ബോധം തിരിച്ചിട്ടുകയും ഭാഗ്യം കൊണ്ട് തന്നെ അയാൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല, അത് ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള തെയ്യം കെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തെയ്യം ഉറഞ്ഞാടുന്ന സമയത്ത് ഏത് രീതിയിലൊക്കെയാണ് അക്രമങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ആചാരത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരങ്ങൾ ഉണ്ടാവുക എന്നും പറയാൻ കഴിയില്ല, മർദ്ദനങ്ങൾ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ മരണം പോലും സംഭവിച്ചേക്കാം. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. ഇതേപോലുള്ള ഒരു തെയ്യം അത് അരങ്ങിലെത്തുമ്പോഴാണ് വലിയ തോതിൽ പടക്കം പൊട്ടിച്ചത്. പക്ഷേ ആളുകൾക്കിടയിലാണ്, ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ പടക്കം പൊട്ടിച്ച് ഈ തെയ്യത്തിനെ അരങ്ങിലെത്തിക്കുകയായിരുന്നു. തെയ്യം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ തോതിൽ പടക്കപ്പുരക്ക് തീപിടിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പടക്കങ്ങളും പൊട്ടുന്നതും. 7ഓളം ആളുകളാണ് അന്ന് തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ ഇപ്രാവശ്യം ഏതായാലും കളിയാട്ടം ഉണ്ടായിരുന്നില്ല, വലിയ തോതിൽ വാർത്തയായതാണ്. ഏതായാലും ഈ സംഭവത്തിൽ പരാതിയില്ല, കേസുമില്ല. വ്യക്തമാണ്. കെ വി ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ തന്നെ, അതിൻ്റെ ഭാരവാഹികൾ തന്നെ ഇടപെടുകയാണ് വേണ്ടത്. തിരുവനന്തപുരം വർക്കലയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി അമ്മയെയും മകനെയും ആക്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. ചെറുന്നിയൂർ സ്വദേശികളായ അനുശങ്കർ, അഭിലാഷ് എന്നിവരാണ് പിടിയിലായത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ അമ്മയും മകനും ചികിത്സയിലാണ്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു ആറ്റിങ്ങലിൽ നിന്ന്. അഭിലാഷ്, ഇത് കഴിഞ്ഞ ദിവസമാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ കയറി അമ്മയെയും മകനെയും ക്രൂരമായി ആക്രമിച്ചത്. രണ്ടുപേർക്കും സാരമായ പരിക്കുകളുണ്ട്. എന്തായിരുന്നു ഈ ആക്രമണത്തിന് കാരണം? ടോം, കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെയായിരുന്നു ഈ മർദ്ദനം ഉണ്ടായത്. ശശികലയുടെയും മകൻ അമ്പിളിയെയുമാണ് ഈ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് ഇവരുടെ വീടിന് സമീപത്തുള്ള ഒരു തെറ്റിക്കുളം മാടന്നട എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ച് ഈ സഹോദരങ്ങൾ അതായത് ഇപ്പൊ പിടിയിലായ രണ്ടുപേരും കൂടി അവിടെ എന്തോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായ പ്രശ്നം പോലീസിൽ വിളിച്ചറിയിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഈ അമ്മയെയും മകനെയും ശശികലയെയും അമ്പിളിയെയും താമസിക്കുന്ന വീട്ടിലെത്തി ഇവർ ക്രൂരമായി ആക്രമിച്ചത്. ശശികലയുടെ മുഖത്ത് ഇരുമ്പ് വടി ഉപയോഗിച്ചാണ് മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൽ ഇവരുടെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും ചെയ്തു. അത്രയും ക്രൂരമായ ഒരു മർദ്ദനമാണ് ഉണ്ടായത്. തടയാനെത്തിയപ്പോഴാണ് അമ്പിളിയെയും ഈ ഇരുമ്പ് വടി ഉപയോഗിച്ച് മാരകമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത്. കൂടുതലും പരിക്ക് ഇവരുടെ മുഖത്തും തലയ്ക്കുമാണ് കൂടുതൽ പരിക്കേറ്റതും. ഈ പരിക്കുകൾ തന്നെ വളരെ ഗുരുതരവുമായിരുന്നു. ഇവരെ നാട്ടുകാരാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്നാണ് വർക്കല പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അപ്പോൾ തന്നെ പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ആ സമയത്ത് ഈ പ്രതികൾ രണ്ടുപേരും അവിടെ നിന്നും ഒളിവിൽ മാറിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിന്നീട് പിടികൂടാൻ സാധിച്ചത്. ഏതായാലും പ്രതികൾക്കെതിരെ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പിൽ പോലീസ് കേസെടുത്ത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, ഇതോടൊപ്പം ഇതൊരു ക്രിമിനൽ സംഘങ്ങളാണോ? ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണോ ഈ പ്രതികൾ? ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് വ്യക്തമായി ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ ഇവർക്ക് നിരവധി കേസുകളുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഇവർ സ്ഥിരമായി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. മാത്രമല്ല ഇവർ തമ്മിൽ നേരത്തെയും ചെറിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഈ പ്രകോപനം ഉണ്ടാകാൻ പോലീസിൽ വിളിച്ചറിയിപ്പിച്ചപ്പോൾ ഈ പ്രകോപനം ഉണ്ടാകാനുള്ള കാരണവും നേരത്തെ ഉണ്ടായ ചെറിയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും വളരെ ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇവർക്ക് വീട്ടിൽ നേരിടേണ്ടി വന്നത്. ഇരുമ്പ് വടി ഉപയോഗിച്ച് വീട്ടിലെത്തി ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വ്യക്തമാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം വർക്കലയിൽ വീട്ടിൽ കയറി അമ്മയെയും മകനെയും ക്രൂരമായി ആക്രമിച്ചത്. കേസിൽ 2 പ്രതികൾ, അതായത് സഹോദരങ്ങളായ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റിപ്പോർട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.